എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ട്ടോ. ഇന്ന് ഒരു സ്കൂളുള്ള ദിവസമാണ്. അപ്പോൾ കാലത്ത് പുട്ടും കടലക്കറി ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ഗ്രീൻ പീസ് തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പുട്ട് ദേ ഇതുപോലെ ഒന്ന് വെള്ളമൊഴിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് വെള്ളമാണ്. അത് ഇതുപോലെ ഒന്ന് ഒഴിച്ച് വെച്ച് കുറച്ച് സമയം നമുക്ക് അടച്ച് വെക്കാം. ഈ ടൈമിൽ ഞാൻ ഒരു കുക്കറിൽ അരിയും വെച്ചിട്ടുണ്ടായിരുന്നു ചോറിനായിട്ട്. പിന്നെ ഒരു കുക്കറിൽ ഗ്രീൻ പീസും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് തക്കാളിയും പൊടികളൊക്കെ ചേർത്ത് ഉപ്പും ഇട്ടിട്ട് അത് കുക്കറിൽ വേവിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ഒരു യൂട്യൂബിൽ ചായ വെക്കുന്ന രീതിയൊക്കെ കാണിച്ചപ്പോൾ അതുപോലെ ചായ വെക്കണമെന്ന് കരുതിയിട്ട് വെക്കുകയാണ് കേട്ടോ. ആദ്യം കട്ടൻ വേറെ വെച്ച് പിന്നെ പാല് വേറെ തിളപ്പിച്ച് പിന്നെ ഒരു പാത്രത്തിലേക്ക് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് നമ്മൾ പാലൊഴിക്കുക. എന്നിട്ട് അതിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച കട്ടനില്ലേ അത് ഇതിലേക്ക് മിക്സ് ചെയ്യുന്നതാണ് കേട്ടോ വീഡിയോയിൽ കണ്ടത്. പക്ഷെ ഒരു തവണ ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കുടിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇന്ന് തിരക്കിൻ്റെ ഇടയിൽ കൂടെ വെറുതെ ഒന്ന് ട്രൈ ചെയ്തതാണ്. ടൈമില്ലാത്തതിനിടയിൽ കൂടെ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. അപ്പോൾ അത് ചെയ്ത സമയത്ത് അവസാനം കുടിച്ചു നോക്കുന്ന സമയത്ത് ഡിക്കേഷൻ ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ ഡിക്കേഷൻ നല്ലോണം വേണം. അപ്പോൾ കുടിക്കുന്ന സമയത്ത് ശരിക്കും പാലിൽ പഞ്ചസാര ഇട്ട് കുടിക്കുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ദേ ഇത് ഇക്ക ഒഴിച്ച് തരുന്നുണ്ട് എനിക്ക്. ഞാൻ ഒഴിച്ചിട്ട് പത പോരാന്ന് പറഞ്ഞിട്ട് ആൾ ഒഴിക്കുകയാണ് അങ്ങോട്ടും. നോക്കുമ്പോൾ കുടിച്ചപ്പോഴാണ് ടേസ്റ്റ് ഇല്ലയെന്ന് മനസ്സിലായത്. വീണ്ടും അത് പൊടിയിട്ടിട്ട് ഒന്നുകൂടി തിളപ്പിച്ചിട്ട് ഡിക്കേഷൻ ആയ ശേഷം ഉണ്ടാ വീണ്ടും കുടിച്ചത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പാല് വാങ്ങിയിട്ടുണ്ടായിരുന്നു. സൊസൈറ്റിയിൽ നിന്നാണ് കേട്ടോ മേടിക്കുന്നത്. അതൊന്ന് കാച്ചാൻ വേണ്ടി വെച്ചു. ഈ ടൈമിൽ നമ്മുടെ ഗ്രീൻ പീസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് തേങ്ങ അരച്ചത് ഒഴിക്കും കേട്ടോ. എന്നിട്ടാണ് നമ്മൾ വെക്കുന്നത്. എന്നിട്ട് അവസാനം താളിച്ചെടുക്കുക ചെയ്യുക. ഈ ടൈമിൽ നമ്മുടെ പുട്ടിന് വെള്ളമൊഴിച്ച് വെച്ചതൊന്ന് കുഴച്ചെടുക്കാമെന്ന് കരുതി നോക്കുമ്പോൾ നല്ല ബലമായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് അല്പം കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമ്മൾ വെക്കുന്നത് ഇഡലി വെക്കുന്ന ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ. മറ്റേത് പുട്ടിൻ്റെ കുറ്റിയിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ടൈമാവും ഓരോരുത്തർക്ക് ആവുമ്പോഴേക്കും. അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ എളുപ്പത്തിൽ ആവുകയും ചെയ്യും. എന്തായാലും പൊടിച്ചിട്ട് തന്നെയല്ലേ കഴിക്കുന്നത്. അപ്പോൾ അതിലേക്ക് അല്പം തേങ്ങ കൂടി ഇട്ടിട്ട് അതൊന്ന് സെറ്റാക്കാൻ വെച്ചിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മുടെ ഗ്രീൻ പീസ് ഒന്ന് താളിച്ചെടുക്കുകയാണ്. അതിലേക്ക് ഓയിൽ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് പെരുംജീരകം, കറിവേപ്പില, ചിക്കൻ മസാല ഇല്ലെങ്കിൽ ഗരം മസാല ഏതായാലും കുഴപ്പമില്ല അതുകൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്ത് പച്ചമണം പോയതും നമ്മുടെ ഗ്രീൻ പീസ് കറിയിലേക്ക് ഒഴിക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഗ്രീൻ പീസ് കഴിക്കുന്ന സമയത്ത് തക്കാളി, സവോള പിന്നെ പൊടികളായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി മാത്രമേ ഇടുള്ളൂ. പിന്നെ ഉപ്പും അങ്ങനെയാണ് കേട്ടോ വേവിച്ചത്. ഈ ടൈമിൽ ഞാൻ വഴുതിരിങ്ങ വറുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു സ്കൂളിലേക്ക് കൊടുത്തുവിടാനായിട്ട്. അത് കഴിഞ്ഞതും ഉച്ചത്തേക്കുള്ള കറിയും ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ചെറുപയർ കറി വെക്കാമെന്ന് കരുതി. വഴുതിരിങ്ങ വറുത്തത് ഉണ്ടല്ലോ അപ്പോൾ അത് കൂട്ടി കഴിക്കാമെന്ന് കരുതിയിട്ട് അതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും തക്കാളിയൊക്കെ ഇട്ടിട്ട് അതൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഈ ടൈമിൽ മക്കൾക്ക് സ്കൂളിലേക്കുള്ളതും ഞാൻ ആക്കി കൊടുത്തു. എന്നിട്ടിത് ചെറിയ ആൾക്കുള്ളത് കഴിക്കാൻ റെഡിയാക്കുകയാണ് കേട്ടോ. ആൾക്ക് ഈ പുട്ടിനോട് പഴമുണ്ട് ഇഷ്ടം, കടലക്കറി അങ്ങനെ ഇഷ്ടമല്ല. അപ്പോൾ അതൊക്കെ കൊടുത്തു കഴിഞ്ഞ് മകനെ സ്കൂളിലേക്ക് വിട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാളിങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ബിരിയാണി 100 രൂപയാണ്. കുട്ടിക്ക് എന്തോ ക്യാൻസർ ആണെന്നെന്തോ പറഞ്ഞിട്ട് ആ കുട്ടിക്ക് ചികിത്സാ ചിലവിന് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് സെയിൽ ചെയ്യണം, അപ്പോൾ സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ കൂടുതലും പറ്റിക്കുന്നവരാണ് കേട്ടോ ഇങ്ങനെ പറ്റിക്കുന്നവരും ഉണ്ട്. അപ്പോൾ എന്നാലും ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടല്ലേ ഇനിയിപ്പോൾ എങ്ങാനും സത്യമാണെങ്കിലോ എന്ന് കരുതിയിട്ട് മാത്രം മേടിച്ചാണ്. ഞാൻ ഉച്ചക്കത്തേക്കുള്ള ഫുഡും എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും ഒരു ഹെൽപ്പ് ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതി. ഇനി അത് പറ്റിക്കലാണെന്നുണ്ടെങ്കിൽ അത് അവർക്കുള്ള ശിക്ഷ കിട്ടിക്കോളും. നമ്മൾ ചെയ്യേണ്ടത് മാത്രം നമ്മൾ ചെയ്യുക. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടിരുന്നു. അതൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതും ഒരു 12 മണി കഴിഞ്ഞു കേട്ടോ. അപ്പോഴാണ് ഇക്ക വിളിച്ചത്. എന്തെങ്കിലും കഴിക്കാൻ വേണോ, വിശക്കുന്നുണ്ടോ ചോദിച്ചിട്ട്. അപ്പം ഞാൻ കട്ട്ലേറ്റ് വാങ്ങിയിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ അതെ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു പാടമുണ്ട്, അതിലെയും വരാം കേട്ടോ. ഞങ്ങൾക്ക് 2 വഴിയുണ്ട്. ഇതിലേ നടന്ന് വരാം, അല്ലാതെ വണ്ടിയും കൊണ്ട് വരുന്ന വേറൊരു റൂട്ടും കൂടി ഉണ്ട്. അപ്പോൾ ദേ ഇക്ക കട്ട്ലേറ്റുമായിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ തന്നിട്ട് ദേ ഇക്ക വീണ്ടും പോയി. അങ്ങനെ അതൊക്കെ കഴിച്ച് ഒന്ന് എനർജി കയറ്റിയ ശേഷം നമ്മൾ അടുത്ത പടിയിലേക്ക് കിടന്നിട്ടുണ്ട്. ഇനി വാഷ് ബേസിനും ബാത്റൂമൊക്കെ ഒന്ന് കഴുകിയിട്ട് ഒന്ന് കുളിക്കുക കേട്ടോ. അതാണ് കേട്ടോ പണി. ഇത് നമ്മൾ ഹാൻഡ് വാഷ് അന്നൊരു ചെറിയൊരു ഫങ്ഷൻ വെച്ചിരുന്നില്ലേ അന്ന് വാങ്ങിയതാണ്. അപ്പോൾ അത് വെറുതെ ഇരിക്കുകയല്ലേ, എല്ലാവരും ഒന്നും ഹാൻഡ് വാഷ് ഇട്ടിട്ടൊന്നും ഡെയിലി കഴുകാറില്ല കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ഇരുന്നു പോകുമെന്ന് കരുതിയിട്ട് ഞാൻ അത് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ വാഷ് ബേസിനൊക്കെ കഴുകാറ്. അപ്പോൾ അതൊന്ന് കഴുകി കുളിയൊക്കെ കഴിഞ്ഞ ശേഷം നമ്മുടെ ഉച്ച വരെയുള്ളൊരു പണിയാണ് കേട്ടോ അത്. എന്നും ഇങ്ങനെയൊന്നും അല്ല കേട്ടോ, ഇതിനേക്കാളും നേരത്തെ പണി കഴിയാറുണ്ട്. മക്കൾ സ്കൂളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ടൈമിൽ തന്നെ എൻ്റെ എല്ലാ കിച്ചണിലെ പണികളും കഴിയും. എന്നിട്ട് പിന്നെ കുളിയും അങ്ങനെയുള്ള കാര്യങ്ങളും ക്ലീനിങ്ങും മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ.
അപ്പോൾ ഇന്ന് ഉച്ചവരെയുള്ളൊരു ദിവസമാണ്. വീഡിയോ എടുക്കലൊക്കെ ആയതുകൊണ്ടാണ് വൈകിയത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.